ഇന്നാണ് ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല. സ്ത്രീകളുടെ ശബരിമല എന്നാണ് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തെ വിശേഷിപ്പിക്കുന്നത്. ആറ്റുകാൽ ഭഗവതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പല ഐതിഹ്യങ്ങളും നിലവിലുണ്ട്. അതിലൊന്നാണ് കണ്ണകിയുടെ കഥ. കണ്ണകിയുടെ ദിവ്യരൂപമാണ് ആറ്റുകാൽ ഭഗവതി എന്നാണ് പറയപ്പെടുന്നത്. തൻ്റെ ഭർത്താവായ കോവിലൻ്റെ കുത്തഴിഞ്ഞ ജീവിതത്തിൽ കണ്ണകിക്ക് തൻ്റെ ധനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. ഏക സ്വത്തായ ചിലമ്പ് മാത്രമാണ് കണ്ണകിക്ക് ബാക്കിയുണ്ടായിരുന്നത്. അവസാനം തൻ്റെ അവശേഷിച്ച സ്വത്തായ ചിലമ്പും കണ്ണകിക്ക് വിൽക്കേണ്ടി വന്നു. അത് വിൽക്കാൻ കോവിലിൻ്റെ കയ്യിലാണ് കണ്ണകി കൊടുത്തയച്ചത്. ആ സമയത്താണ് മധുരരാജ്യം വാണിരുന്ന പാണ്ഡ്യരാജാവിൻ്റെ പത്നിയുടെ ചിലമ്പ് കാണാതാകുന്നത്. കോവിലൻ വിൽക്കാൻ കൊണ്ടുപോയ കണ്ണകിയുടെ ചിലമ്പും റാണിയുടെ ചിലമ്പുമായി സാമ്യമുണ്ടായിരുന്നു. അതിനാൽ ചിലമ്പ് മോഷ്ടിച്ചെന്നാരോപിച്ച് കോവിലിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കി. ഇതറിഞ്ഞ കണ്ണകി രാജസന്നിധിയിലെത്തുകയും കോവിലിൻ്റെ കയ്യിലുള്ളത് തൻ്റെ ചിലമ്പാണെന്ന് തെളിയിക്കുകയും ചെയ്തു. പക്ഷേ അപ്പോഴേക്കും എല്ലാം അവസാനിച്ചിരുന്നു. കണ്ണകിയുടെ കോപത്തെ പിടിച്ചുകെട്ടാൻ ആർക്കും കഴിഞ്ഞില്ല. കണ്ണകിയുടെ കോപത്താൽ മധുരരാജ്യം ഒന്നാകെ ചുട്ടെരിഞ്ഞു. മധുര നഗരത്തിലെ സ്ത്രീകളും വൃദ്ധരും കുട്ടികളും ഒഴിച്ച് ബാക്കി എല്ലാവരും കോപാഗ്നിയിൽ വെന്തുവെണ്ണീറായി. അഗ്നികണക്കെയാണ് അന്ന് കണ്ണകി അനന്തപുരിയിൽ പ്രവേശിക്കുന്നത്. ആ സമയം ദേവിയുടെ മുന്നിലെത്താൻ പോലും എല്ലാവരും ഭയപ്പെട്ടിരുന്നു. പിന്നീട് എല്ലാവരും ശക്തിരൂപിണിയായ ദേവിയുടെ കോപാഗ്നിയെ അടക്കാൻ വേണ്ടി ഉള്ളൊരുകി പ്രാർത്ഥിച്ചു. സ്ത്രീകൾ മൺകലങ്ങളിൽ തിളച്ചു പൊങ്ങിയ പൊങ്കാല ദേവിയുടെ തൃക്കാൽക്കൽ സമർപ്പിച്ചു. അങ്ങനെയാണ് ദേവിയിൽ അന്നപൂർണേശ്വരിയുടെ ഭാവം ഉണർന്നത്. പിന്നീട് ദേവി അഗതികൾക്ക് അന്നവും ആശ്രയവും നൽകുന്ന അന്നപൂർണേശ്വരിയായി. ദേവിയുടെ ഇഷ്ട നൈവേദ്യമാണ് പിന്നീട് പൊങ്കാലയായി അറിയപ്പെട്ടത്. ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിന്റെ ഉത്ഭവത്തെ പറ്റിയും പല ഐതിഹ്യങ്ങളും നിലവിലുണ്ട്. അതിലൊന്ന് മുല്ലവീട്ടിൽ കാരണവരും ദേവിയും തമ്മിലുള്ള കഥയാണ്. കരമനയാറ്റിൽ കുളിക്കാൻ പോയ മുല്ലവീട്ടിൽ കാരണവർ അവിടെ വെച്ച് തേജസ്സാർന്ന ഒരു പെൺകുട്ടിയെ കാണാനിടയായി. ആ കുട്ടി കാരണവരോട് തന്നെ കടക്കാൻ സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. കാരണവർ ആ കുട്ടിയെ സഹായിക്കുകയും കൂടാതെ ആ കുട്ടിയുടെ ചൈതന്യം കണ്ട് കാരണവർ കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. കുട്ടിക്ക് ഭക്ഷണം തയ്യാറാക്കാൻ വീട്ടുകാരോട് കാരണവർ പറയുകയും ചെയ്തു. പക്ഷേ ഭക്ഷണം പാകമാകുന്നതിന് മുമ്പ് തന്നെ ആ കുട്ടി അവിടെ നിന്നും അപ്രത്യക്ഷമായി. എന്നാൽ അന്ന് രാത്രി കാരണവർക്ക് ആ കുട്ടിയുടെ സ്വപ്ന ദർശനമുണ്ടായി. തൊട്ടടുത്തുള്ള കാവിനോട് ചേർന്നുള്ള സ്ഥലത്ത് 3 വരകൾ കാണുമെന്നും അവിടെ തനിക്കായി ഒരു ഇരിപ്പിടം ഒരുക്കണമെന്നും കുട്ടി പറയുകയുണ്ടായി. ബാലികാരൂപത്തിലുള്ള ദേവിയുടെ അരുളപ്പാടായിരുന്നു അത്. തുടർന്ന് കാരണവർ ആ സ്ഥലം പരിശോധിച്ചു. അപ്പോൾ അവിടെ 3 വര. ഇവിടെയാണ് ദേവിക്കായി ആരാധനാലയം പണിതത്. ഈ ക്ഷേത്രമാണ് പിന്നീട് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രമായി അറിയപ്പെട്ടത്. കാലക്രമേണ അവിടെ പ്രതിഷ്ഠിച്ച വിഗ്രഹത്തിനും ക്ഷേത്രത്തിനും മാറ്റങ്ങളുണ്ടായി. ക്ഷേത്രം പുതുക്കി പണിയുകയും വിഗ്രഹവും മാറ്റി സ്ഥാപിക്കുകയും ചെയ്തു. കുംഭമാസത്തിലെ കാർത്തിക നാളാണ് ദേവിയെ കാപ്പുകെട്ടി കുടിയിരുത്തുന്നത്. പൂരം നാളിലാണ് പൊങ്കാല മഹോത്സവം. കേരളത്തിലെ ആദ്യത്തെ പൊങ്കാല മഹോത്സവമാണ് ആറ്റുകാൽ പൊങ്കാല. കൂടാതെ ഏറ്റവും അധികം സ്ത്രീകൾ എത്തുന്ന പൊങ്കാല കൂടിയാണ് ആറ്റുകാൽ പൊങ്കാല എന്നതും പ്രത്യേകതയാണ്. വർഷം തോറും പൊങ്കാലയ്ക്കായി അനന്തപുരിയിലെത്തുന്ന സ്ത്രീകളുടെ എണ്ണത്തിൽ വളരെയധികം വർധനമാണ് ഉള്ളത്. പഞ്ചഭൂതങ്ങളുടെ സംഗമമാണ് പൊങ്കാലയിൽ കാണുവാൻ സാധിക്കുന്നത്. അതായത് ഭൂമിക്ക് പ്രതീകമായ മൺകലവും അരിയും മറ്റുള്ള ആകാശവും വായു, ജലം, അഗ്നി എന്നിവയോട് ചേരുന്നതാണ് പൊങ്കാലയുടെ പുണ്യമെന്നാണ് വിശ്വസിച്ചു വരുന്നത്. ശരീരത്തിലെ പഞ്ചഭൂതങ്ങൾ ഒന്നിക്കുന്ന ആനന്ദമാണ് പൊങ്കാലയിൽ നിന്ന് ലഭിക്കുന്നത്. ശുദ്ധിയോടെ വ്രതമെടുത്ത് വേണം പൊങ്കാലയിടാൻ. കുളി കഴിഞ്ഞ് ഈറൻ വസ്ത്രത്തോടു കൂടി സൂര്യനെ അഭിമുഖമായി നിന്ന് വേണം പൊങ്കാലയിടാൻ എന്നാണ് ഐതിഹ്യം.